ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് ജിന്ന് ആദ്യം വരും, ചതുരം പിന്നീട് ഇറങ്ങുന്നതാണ്. പക്ഷെ അവിടെ പ്രതീക്ഷകളെല്ലാം തട്ടിമറിച്ചു വന്നു. ചതുരം ആദ്യം ഇറങ്ങി, ജിന്ന് ഇപ്പൊ അത് ഇറങ്ങി. ഇതിന്റെയൊക്കെ ഇടയിൽ ഇത്രയും കാലയളവില് ഞാൻ ഈ 2 സിനിമയുണ്ടും നാട്ടുകാരുടെ അടുത്ത് പറയല്ലാതെ ഇതെന്താണെന്ന് ഇവരാരും കണ്ടിട്ടില്ല. അപ്പൊ അവര് നോക്കുമ്പോ ഇവൻ ഇങ്ങനെ കുറെ സിനിമയുണ്ട്, ഇതൊന്ന് കാണുന്നുണ്ടേ. ശരിയാണ്, അവരെ കുറ്റം പറയാൻ പറ്റൂല. നമ്മുടെ ഒരു അവസ്ഥ വല്ലാത്തൊരു സ്റ്റിക്കി സിറ്റുവേഷൻ. ഇവൻ ഫൈനലി ചതുരം പുറത്തു വന്നു. ചതുരം പുറത്തു വന്നപ്പോ എന്നെ വല്ലാതെ അപ്രീഷിയേറ്റ് ചെയ്തു ആൾക്കാർ. ശരിക്കും ആരാണ്? ജിജി മോൾ, ബെൽത്താസിന്റെ ഫ്രണ്ടാ. കുറച്ചു നാളെ ബെല്ലിന്റെ ഒരു ലോകത്താ. ആ ലോകത്ത് ഞാനില്ല, നിന്റെ വീട്ടുകാരില്ല, കൂട്ടുകാരില്ല, ഇസ്രയേലിലേക്കുള്ള പോക്കുമില്ല. And me and Swastika, we did some theater visits right from Calicut to Trivandrum വരെ. അപ്പൊ ഈ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും വളരെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ വന്ന് കെട്ടിപ്പിടിക്കുകയും ഇന്നൊക്കെ തരുന്ന കണ്ടപ്പോ എനിക്ക് നാളത്തെ ഒരു വെയിറ്റ് ഫൈനലി ഗെറ്റിംഗ് പെയ്ഡ് ഓഫ്. ആൻഡ് എവരിബഡി കമ്പയർഡ് മൈ ഫിലിം വിത്ത് അച്ഛന്റെ പടം, അച്ഛന്റെ ഒരു സ്റ്റൈല്, അങ്ങനെ ഇങ്ങനെ സന്തോഷമുണ്ട് ഒബ്വിയസ്ലി. അപ്പൊ അതിന്റെ ഒരു ഹൈയിൽ നിൽക്കുമ്പോ തന്നെ ജിന്ന് റെഡി ആയിട്ടൊക്കെ ജിന്ന് ഇറക്കാം എന്നുള്ളൊരു ലൈനിലായിട്ട് ലാസ്റ്റ് വീക്കിൽ വരെ ഒരു ചെറിയൊരു ഡ്രാമയൊക്കെ നടന്നു. പടം വരാതെയായി. പിന്നെ ഇപ്പോഴാണ് പടം പുറത്തേക്ക് വന്നത്. അപ്പൊ എന്തായാലും പടം ഒന്ന് ഇറങ്ങി കിട്ടിയാല് അത് ഒരു തീരുമാനമാകും. മറ്റേ ആ പഴയ കോമഡി ഉണ്ടല്ലോ, നമ്മള് ബോട്ട് പൈസ തരുന്നില്ല എന്ന് പറയുന്നു, അപ്പൊ അയാൾ ബോട്ട് പിടിക്കുന്നു. അപ്പൊ ഒരു തീരുമാനമായല്ലോ പറയേണ്ട കാര്യം. ജിന്നിന്റെ ഫസ്റ്റ് ഷോ ഇറങ്ങി വരുമ്പോ തന്നെ കുറെ പേര് വന്നിട്ട് ജിന്നിനെ അപ്രീഷിയേറ്റ് ചെയ്ത് അതിലും ചതുരം ഇനി അങ്ങനത്തെ ഫിലിംസ് ട്രൈ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേര് ഒരു ഡബിൾ ധമാക്ക. ഇന്ന് 30-ാം തീയതി ഇപ്പൊ നിങ്ങളും ബാക്കി കുറെ പേര് പറഞ്ഞ മാതിരി തിയേറ്റേഴ്സിൽ വരികയും ഇത് ഇങ്ങനെ ഒരു ടെക്നിക്കൽ ഇഷ്യൂ കാരണം ഇതിന്റെ ലൈസൻസ് വിത്ത്ഹെൽഡ് ചെയ്തുകൊണ്ടിരുന്ന ഇഷ്യൂ കാരണം തിയേറ്ററിൽ ഇത് വരില്ല എന്നുള്ളത് നമ്മൾ 10 മണിക്കാണ്. അപ്പൊ ഞാനൊക്കെ ഇവിടുന്ന് തിയേറ്ററിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്നു. നമ്മൾ അറിയുന്നു, മാനസികമായിട്ട് തകർന്നുപോയി. അപ്പോ ഇങ്ങനെ ആൾക്കാർ അവിടെ നിൽപ്പുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക്, പക്ഷെ എന്ത് പറയും ഞാൻ ഇവരുടെ അടുത്തുള്ളത്. ഞാൻ ഇവരെ വിളിച്ച് ചോദിക്കുമ്പോൾ ഇവര് പറയുന്നത് 10:30 ഷോയിന് ഇറങ്ങും, 11 മണി ഷോയിന് ഇറങ്ങും, 12 മണി ഷോയിന് ഇറങ്ങും, മാറ്റ്നിക്ക് ഇറങ്ങും. അൺഫോർച്ചുനേറ്റ്ലി നടന്നില്ല. അപ്പോഴാണ് നമ്മൾ എന്നാൽ പിന്നെ ഇമ്മീഡിയറ്റ്ലി മറ്റത് വിടണം, അല്ലെങ്കിൽ ഫസ്റ്റ് ഷോയിനെങ്കിലും ആള് വരും. ഇതേപോലെ അത് ഒരു ഭയങ്കര ടേൺ ഓഫ് ആണ് ഓഡിയൻസിന്റെ ഇടയിൽ. അവര് ഇത്രയും എഫേർട്ട് ഇട്ട് വന്നിട്ട് അവിടെ ആ പടം ഇല്ല എന്ന് പറയുമ്പോൾ അവർക്ക് കുരു പൊട്ടും, അതില് തെറ്റില്ല. അപ്പോ ഈ ഒരു അവസരത്തിൽ ഞാൻ അതിന് മാപ്പ് പറയും. അച്ഛന്റെ ലേബിൾ വരുമ്പോ ഉള്ളൊരു കമ്മിറ്റ്മെന്റും ഉണ്ടല്ലോ. ആകെ ഞാൻ നോക്കേണ്ട കാര്യം ഇവരുടെ പേര് കളയാത്ത രീതിയിലുള്ള ക്വാളിറ്റി ഉള്ള ഫിലിംസ് ഇറക്കുക എന്നുള്ളത് മാത്രമേ. ഓ മനുജ, ഓ